അല്ലാഹു ചോദിക്കുകയാണ് ഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഞാൻ നിങ്ങൾക്ക് മാർഗദർശമായി വന്ന ഈ ഖുർആനിനെ എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ല? ആ ഖുർആനിനെ എന്തേ നിങ്ങൾ പഠിക്കുന്നില്ല? അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് ആരാണ് നിങ്ങളുടെ ഹൃദയത്തിന് താഴിട്ട് പൂട്ടിയത്? ഖുർആനാണ് ചോദിക്കുന്നത്. എന്നെ പഠിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിന് താഴിട്ട് പൂട്ടിയതാരാ? അപ്പൊ നമ്മുടെ ഹൃദയത്തിനാരോ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് താഴിട്ട് പൂട്ടിയിട്ടുണ്ട്. ആ താഴേറെന്നറിയോ? ആ പൂട്ട് വലിച്ചെറിയാൻ നമ്മൾ തയ്യാറാവണം. അപ്പൊ ബിൻഹാദൽ ഹദീസ് തഅജബൂ വതൽഹഖൂന വലാ തബ്കൂ വഅൻതും സാമിദൂൻ. അല്ലാഹു ചോദിക്കുന്നു സൂറത്തുൻ നജ്മാണിത്, ഈ ഖുർആൻ കേട്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടാത്തതെന്താ? ഈ ഖുർആൻ കേട്ടിട്ട് നിങ്ങൾ കരയാത്തതെന്താ? ഖുർആൻ കേട്ടിട്ട് നിങ്ങൾക്ക് കരയാൻ കഴിയാത്തത് നിങ്ങളുടെ കാതുകളിലെ സംഗീതം പിടിമുറുക്കിയത് കൊണ്ടാണ്. ഇത് അഹമ്മദ് കബീറിന്റെ വാക്കല്ല, ഖുർആൻ സൂറത്തുൻ നജ്മിൽ പറയാ നിങ്ങൾ സംഗീതത്തിന് അടിമകളായത് കൊണ്ടാണ്. സംഗീതം നിങ്ങളുടെ ഹൃദയത്തെ മികച്ചത് കൊണ്ടാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് താഴിട്ട് പൂട്ടിയിടന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. നമ്മളൊക്കെ മാപ്പിളപ്പാട്ടിന്റെയും മാപ്പിളപ്പാട്ടെന്ന രീതിയിലുള്ള കാമപ്പേത്തൂന്ന ആൽബം പാട്ടുകളും സംഗീതവും നമ്മുടെ ഹൃദയത്തെ മതിച്ചപ്പോ, പണ്ട് കാലത്തൊക്കെ കൗവായി പള്ളിയിൽ മഗ്‌രിബിന് ബാങ്ക് വിളിച്ചാൽ ആ സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് കേൾക്കുമായിരുന്നു, നമ്മുടെ ഭാര്യ മക്കളും ചൊല്ലുമായിരുന്നു യാസീൻ വൽ ഖുർആനിൽ ഹകീം. ആ ഒരു പഴയ പാരമ്പര്യത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ഖുർആൻ നമ്മുടെ വീടുകളിൽ നിന്ന് തടഞ്ഞത് നിങ്ങൾ സംഗീതത്തിന് അടിമകളായത് കൊണ്ടാണെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ സംഗീതത്തിന്റെ അടിമകളായി ഖുർആന്റെ സംഗീതം നമ്മൾ മറന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതം ഖുർആൻ. ഏറ്റവും വലിയ സംഗീതം ഖുർആനാണ്. ഞാൻ അത് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഖുർആന്റെ സംഗീതം പഠിച്ച ഒരാളുണ്ട്, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ മഗ്‌രിബിന്റെ സമയത്ത് കൗവായി എന്നല്ലേ പേര്, ഇതിലെ നടന്നു പോയ സന്ധ്യക്ക് വീട്ടിൽ നിന്ന് കേൾക്കാം സൂറത്തുൽ വാഖിയ, സൂറത്ത് യാസീൻ. ഇപ്പൊ കേൾക്കാൻ പറ്റുമോ? സന്ധ്യാസമയത്ത് നിങ്ങളൊരു ഹൈന്ദവന്റെ വീടിന്റെ മുമ്പിൽ കൂടെ പോ, സന്ധ്യയാകുമ്പോ നമ്മുടെ പള്ളി ബാങ്ക് വിളിക്കുമ്പോ അവര് സന്ധ്യാദീപം കൊളുത്തി കുളിച്ചൊരുങ്ങി സന്ധ്യാദീപം കൊളുത്തി വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയി വിളക്ക് കത്തിച്ച് അവര് പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടാവും. ഇല്ലേ? ഇവിടെ ഹിന്ദുക്കളില്ലേ? സന്ധ്യക്ക് നിങ്ങളൊന്ന് പോയി നോക്ക്. മുത്തശ്ശിയും മുത്തശ്ശനും പേരമക്കളും കുളിച്ചൊരുങ്ങി നിലവിളക്ക് കൊളുത്തി, അവരുടെ ആധാരം ശരിയോ തെറ്റോ അവരുടെ വിചാരങ്ങൾ, അവര് കൊണ്ടുവന്ന് കൊളുത്തിയിട്ട് സന്ധ്യയാകും അവര് സന്ധ്യാപ്രാർത്ഥന നടത്തിയിട്ടുണ്ടാവും. അവരവിടെ ഉറക്ക പ്രാർത്ഥനത്തിന്റെ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാവണാന്തക മുകുന്ദ രാമ രാമ പാഹിമ കട്ടിമുഷ്ടി നായക പുരുന്ദരാതി സേവിത രാമ 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 പാഹിമ കഷ്ടതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരാ ജയ മുകുന്ദ രാമ പാഹിമ. സന്ധ്യാപ്രാർത്ഥനയാണ്. എന്റെ കഷ്ടതകൾ നീക്കണം, എന്റെ പ്രയാസങ്ങൾ നീക്കണം. സന്ധ്യയാകുമ്പോ ഹിന്ദുക്കൾ പ്രാർത്ഥനയിലാണ് ദൈവത്തോട്. ആ സമയത്ത് നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ വീടിന് മുമ്പിൽ പോയി നോക്ക്, അവിടെ അച്ഛനും മക്കളും എല്ലാം കൂടെ മുട്ടുമേരുന്നിട്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ജനത്തിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ക്രിസ്ത്യാനി സന്ധ്യയായി, ഭക്തിയുടെ സമയമായി, അവൻ പ്രാർത്ഥനയിലായി. ആ സമയത്ത് ഒരു മുസ്ലിമിന്റെ വീടിന് മുമ്പിൽ കൂടെ പോയാലോ, ആ സമയത്ത് അവന്റെ വീട്ടിലെ ദറജപ്പൂമോളല്ലേ ലൈലാ നീ എന്റെ കൽബല്ലേ മജ്നൂവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. ഇത്താത്ത കാലമേ കാലൊക്കെ കേട്ടി പഴയ ഫ്ലാഷ് ബാക്ക് ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്തും
സന്ധ്യാസമയത്ത് ഹിന്ദുവിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ മുട്ടുമ്മ പ്രാർത്ഥനയുണ്ട്. മുസ്ലിമേ, നിന്റെ വീട്ടിൽ അതില്ലാതെ പോയല്ലോ. എങ്ങനെയാണ് നീ സംഗീതത്തിന്റെ മാസ്മരികതയിൽ അടിമയായി പോയത്? അള്ളാഹുവിന്റെ ഖുർആനിനെ എന്തുകൊണ്ടാണ് നീ കൈയെടുത്ത് കളഞ്ഞത്? ഞാൻ നിന്നോട് ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഇതേവരെ ഖുർആൻ എന്നോട് പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ചയിൽ പാകിസ്ഥാനിൽ നിന്ന് പറന്ന ഫ്ലൈറ്റ് തകർന്ന് 49 പേര് മരിച്ചുപോയി ആ ഫ്ലൈറ്റ് അപകടത്തിൽ. നിങ്ങൾ ആ വാർത്ത വായിച്ചിട്ടുണ്ടാവും. 49 46 വായിച്ചിട്ടുണ്ടോ വാർത്ത? നിങ്ങൾക്ക് എന്ത് തോന്നി? എന്ത് തോന്നി ആ വാർത്ത വായിച്ചിട്ട്? പാകിസ്ഥാനിൽ നിന്ന് പറന്നുയർന്ന വിമാനം അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ മുകളിൽ പൊട്ടിത്തെറിച്ച് 46 പേര് മരിച്ചുപോയ വിമാന അപകടത്തെ നാം വായിക്കുമ്പോ അതിലെ ചെറുപ്പക്കാരെ, നിങ്ങൾ അറിയാത്ത മരിച്ചുപോയ ഒരാളുണ്ട്, ജുനൈദ് ജംഷീദ്. ആ ഫ്ലൈറ്റ് തകർന്ന് മരണപ്പെട്ടു പോയ 46 പേരിൽ ഒരുവനുണ്ടായിരുന്നു ജുനൈദ് ജംഷീദ്. നീണ്ട ദാടിയുള്ള, നല്ല സുന്ദരമായ ജുബ്ബ ധരിച്ച, സുന്ദരമായ തലപ്പാവ് ധരിച്ച ജുനൈദ് ജംഷീദ്. ആരാ ജുനൈദ് ജംഷീദ് എന്നറിയോ? ആ ജുനൈദ് ജംഷീദ് പാകിസ്ഥാനിലെ 1990 പാകിസ്ഥാനിനെ ഇളക്കി മറിച്ച പോപ്പ് സംഗീതത്തിന്റെ ഉടമയാണ് ജുനൈദ് ജംഷീദ്. നീല അരണ്ട വെളിച്ചത്തിൽ ബൾബുകൾ മിന്നിത്തിളങ്ങുമ്പോ ആ മിന്നിത്തിളങ്ങുന്ന അരണ്ട ബൾബുകളുടെ വെളിച്ചത്തിൽ സുന്ദരികളായ പെൺകുട്ടികളുടെ കൈപിടിച്ച് അമ്മാനമാടിയ, നൃത്തത്തിന്റെ താണ്ഡവമാടിയ 1990 പാകിസ്ഥാനിലെ യുവഹൃദയങ്ങളെ ഹരം കൊള്ളിച്ച ജുനൈദ് ജംഷീദ് പോപ്പ് സംഗീതത്തിന്റെ ആചാര്യനായി, 90 ആചാര്യനായി മാറിയ ജുനൈദ് ജംഷീദ്. അദ്ദേഹത്തിന്റെ മ്യൂസിക് ആൽബങ്ങൾ പ്രസിദ്ധമാണ്. ഇപ്പോൾ നെറ്റുകളിൽ സെർച്ച് ചെയ്താൽ അറിയാം. ആയിരക്കണക്കിന് 10,000-കണക്കിന് അനുയായികളെ സൃഷ്ടിച്ച, പോപ്പ് സംഗീതത്തിലൂടെ ഡോളറുകൾ സമ്പാദിച്ച ജുനൈദ് ജംഷീദാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്ന ഒരു ആത്മീയ ഗുരു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം അദ്ദേഹം അറിയാതെ കേൾക്കാനായി മൗലാന താരിഖ് ജമാലുമായി ബന്ധപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിന് പരിവർത്തനമായി. ആ പരിവർത്തനത്തിന് കൂട്ടുകാരനായി പാകിസ്ഥാനിന്റെ എക്കാലത്തെയും വലിയ ക്രിക്കറ്റ് താരം, ഏറ്റവും വലിയ ക്രിക്കറ്റ് താരം, ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന്റെ റെക്കോർഡിന്റെ ഉടമ മഹാനായ സയ്യിദ് അൻവറും അദ്ദേഹത്തിന്റെ കൂടെ കൂടി പോപ്പ് സംഗീതം വലിച്ചെറിഞ്ഞ് സയ്യിദ് അൻവറിന്റെ കൈപിടിച്ച് മൗലാന താരിഖ് ജമാലിന്റെ വാലിന്റെ സദസ്സിന് പോയിരുന്നു. ജുനൈദ് ജംഷീദിന്റെ ഹൃദയത്തിലേക്ക് 1990 പാകിസ്ഥാനെ പിടിച്ചുമുറുക്കിയ സംഗീതത്തിന്റെ മാസ്മരികതയുടെ നാവിലേക്ക് അല്ലാഹുവിന്റെ ഖുർആന്റെ സംഗീതത്തിന്റെ തേന്മഴ നാവിൻ തുമ്പിലൊരു മധുരം പോലെ പെയ്തിറങ്ങിയപ്പോ സയ്യിദ് ജംഷീദ് പോപ്പി മ്യൂസിക്കിനോട് വിട പറഞ്ഞു. ഖുർആന്റെ സംഗീതത്തെ ഏറ്റുവാങ്ങി സയ്യിദ് അൻവറിന്റെ കൈ പിടിച്ചിട്ട് നേരെ പോയത് മദീനയുടെ നായകന്റെ മുമ്പിലേക്കാ. റൗളാ ശരീഫിന്റെ ചാരത്ത് നിന്ന് പോപ്പ് സംഗീതം കൊണ്ട് ലോകത്തെ കിടുകിടാ വിറപ്പിച്ച ജംഷീദ് ആ റൗളയുടെ മുമ്പിലിരുന്ന് തുറക്കപ്പാടിയ പാട്ടേടെന്നറിയോ? മൗനായ സല്ലീവ സല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. മദീനയിലെ ദീസലമിലെ പ്രണയനായകന്റെ പച്ചക്കുപ്പയുടെ ചാരത്തിരുന്ന് മൗലായ പാടി ഒരൊറ്റ ഇരിപ്പില് ബുർദാ ശരീഫ് ഈണത്തോടെ പാടി ജുനൈദ് ജംഷീദ് റൗളാ ശരീഫിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ പോപ്പ് സംഗീതത്തിലൂടെ സമ്പാദിച്ചത് മുഴുവനും അങ്ങയുടെ ചാരത്ത് വന്ന് വലിച്ചെറിയുകയാണ്. ഇനി ജുനൈദിന് പോപ്പ് വേണ്ട, ഇനി ജുനൈദിന് സംഗീതം വേണ്ട. ഇനി എന്റെ നാവ് കൊണ്ട് ഞാൻ പാടുന്നത് അങ്ങയെ കുറിച്ച്, ഇനി എന്റെ നാവ് കൊണ്ട് കേൾക്കുന്നത് അങ്ങയുടെ സംഗീതം. എന്റെ ഹൃദയത്തിന്റെ ഭാഷ അങ്ങേക്ക് വേണ്ടി. പിന്നെ ജുനൈദ് ജംഷീദ് പാടി നടന്ന് നേത്തുകളായി, ബുർദയായി, മൗലിദായി. ജുനൈദ് ജംഷീദിന്റെ താളാത്മകമായ നാവിലൂടെ ഹബീബായ നബിയുടെ മദ്ഹുകളെ ലോകം മുഴുവനും കേട്ടു. അദ്ദേഹം ദീനീ പ്രബോധനത്തിന് വേണ്ടി ജീവിതം മുടിഞ്ഞു വെച്ചു. തന്റെ യൂറോപ്പിന്റെ വസ്ത്രം മാറ്റി നെഞ്ചുവരെ
നീണ്ടു കിടക്കുന്ന കറുകറുത്ത താടി. ഒന്ന് മക്കളെ യൂട്യൂബിൽ ജുനൈദ് ജംഷീദിനെ ഒന്ന് സെർച്ച് ചെയ്തു നോക്ക്. കണ്ടാൽ കൊതിച്ചു പോകുന്ന രൂപം, വെളുവളാ വെളുത്ത മുഖം, നെഞ്ചു വരെ നീണ്ടു നിൽക്കുന്ന താടി, താഴോട്ട് നീണ്ടു കിടക്കുന്ന ജുബ്ബ, തലയിൽ 4 വട്ടം ചുറ്റിക്കെട്ടിയ വെള്ളത്തലപ്പാവ്, അതും ധരിച്ചുകൊണ്ട് തന്റെ ഭാര്യയെ, പോപ്പ് സംഗീതത്തിന് ഇടത് ഭാഗത്ത് നിന്ന ഭാര്യയെ മുഖം മറക്കുന്ന ജിൽബാബിട്ട് പർദയിട്ട് തന്റെ കുടുംബത്തിന് മുഴുവൻ ഇസ്ലാമിക വേഷവിധാരണം നടത്തി അള്ളാന്റെ റസൂലിനെ കുറിച്ചും മദ്ഹ് പറയാനുള്ള യാത്രയിലാണ് ജുനൈദ് ജംഷീദ് അറ്റ്ലാന്റിക്കിന്റെ ഓളങ്ങളിലേക്ക് വീണുപോയത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഖുർആന്റെ സംഗീതം ഹൃദയത്തിലേക്ക് കേട്ടി മാനസിക പരിവർത്തനത്തിന്റെ വക്താക്കളായി കാട്ടാളനായ ഖത്താബിന്റെ മകൻ ഉമറിന് ലോകത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റിയ അള്ളാഹുവിന്റെ ഖുർആന്റെ സംഗീതം പഠിച്ചു അവസാനം മരിക്കുന്ന നേരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ പുറകിൽ നിന്ന് കുത്തേറ്റിട്ട് കുടൽമാല വെളിയിലോട്ട് വീടുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയാണ്. എനിക്കെന്റെ റബ്ബ് മതി. കാരണം ഖുർആൻ ക്രോഡീകരിച്ച സഹാബിയാണ്, ഖുർആനിനെ സ്നേഹിച്ച സഹാബിയാണ്. എന്റെ മുസ്ലിം യൂത്ത് കൾച്ചർ സെന്ററിന്റെ പ്രവർത്തകരോട് അള്ളാന്റെ ഖുർആനിനെ സ്നേഹിക്ക്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ അവസാനം മരിക്കുന്ന നേരെ ഖുർആൻ നെഞ്ചോട് ചേർത്ത് എനിക്കെന്റെ റബ്ബ് മതി. രക്തം തടം തല്ലിയാത്ത ഖുർആന്റെ മുകളിലേക്ക് വീണു. ആ രക്തം പുരണ്ട ഖുർആൻ എന്നെ നെഞ്ചോട് ചേർത്ത് മരിച്ചുപോയ മഹാനായ സയ്യിദിനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ അല്ലാഹു നമ്മളെ ഒരു മുഹിബ്ബുൽ ഖുർആൻ ആക്കട്ടെ. അല്ലാഹു മുഹിബ്ബുൽ ഖുർആൻ ആക്കട്ടെ. ലോകത്തെ ഏറ്റവും നല്ല പ്രവർത്തനം ഖാദിമുൽ ഖുർആൻ. ലോകത്തിലെ ഏറ്റവും വലിയ ബഹുമതി ഏതാ? ഖാദിമുൽ ഖുർആൻ. ഖാദിമുൽ ഖുർആൻ, ഖാദിമുൽ ഖുർആൻ. അല്ലാഹു നമ്മളെ ഖുർആന്റെ ഖാദിമീങ്ങളാക്കട്ടെ. ഏറ്റവും നല്ല അവാർഡ് അർജുന അവാർഡല്ല, ഏറ്റവും നല്ല അവാർഡ് ഖാദിമുൽ ഖുർആൻ. ഇവൻ ഖുർആന്റെ ഖാദിമാണ്, ഇവൻ അള്ളാന്റെ കലാമിന്റെ ഖാദിമാണ്. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മളെ ഖാദിമുൽ ഖുർആൻ ആക്കട്ടെ. കാരണം ലോകത്തൊന്നിനുമില്ലാത്ത പ്രതിഫലം ഖുർആനിനുണ്ട്. അലിഫ് ലാം മീം എന്നോദിയാൽ 90 നന്മയാണ്. ഇപ്പോ ഒരാൾ അലിഫ് ലാം മീം നോദി 90 നന്മയാണ്. 4 ദിവസം ഈ നാട്ടിൽ എത്ര നന്മകൾ പെയ്തിറങ്ങി. അതിന് കാരണക്കാരായവർ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അതിന് സഹായിച്ചവർ നമ്മുടെ കുഞ്ഞമ്മദ് അദ്ദേഹമൊക്കെ ഈ പരിപാടിക്ക് വളരെയേറെ സഹായിച്ചു എന്നൊരു നാട്ടുകാരൻ പറഞ്ഞപ്പോ വളരെയേറെ സന്തോഷം തോന്നി. അൽഹംദുലില്ലാ. അള്ളാഹുവേ, നീ അദ്ദേഹത്തിനൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാൻ. ടി.പി. കുഞ്ഞുമദാജി അദ്ദേഹമൊക്കെ ഇതിനുവേണ്ടി ധാരാളം സഹായിച്ചു എന്ന് പറയുമ്പോ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണത്. അള്ളാഹു നിലനിർത്തട്ടെ. ഈ സംഘാടകരുടെ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിൽ വരും. എല്ലാവരും കാര്യമായി ഇത് ഖുർആന്റെ സദസ്സാണ്. ഈ ഖുർആന്റെ സദസ്സിലേക്ക് അൽഹംദുലില്ലാ നിങ്ങളുടെ ഒരു നല്ല സദക്ക നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഒരു മുഴുനീള സദസ്സ് രാത്രി ഇത്രയും നേരം ഇരുന്നതിന് 2 മണിക്കൂർ നമ്മുടെ പ്രഭാഷണം കഴിഞ്ഞു. ഞാൻ 1 മണിക്കൂർ വിചാരിച്ച 2 കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇതിനെ അള്ളാഹു നിലനിർത്തി തരട്ടെ. സംഘാടകര് ബക്കറ്റുമായിട്ട് വരും. എല്ലാവരും കാര്യമായി സഹകരിക്കുകയും അതോടൊപ്പം തന്നെ ഇതിനൊരു ധാരാളം ചെലവുകളുണ്ട്. 18 ലക്ഷത്തോളം രൂപ ഇതിനുവേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. സന്തോഷത്തോടെ ഈ ഖുർആനിന് വേണ്ടി, അള്ളാഹുടെ ഖുർആനിന് വേണ്ടി നമ്മൾ മരിച്ചാൽ അത് നമ്മുടെ ഷാഫി ആവണം. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ അബ്സാരിനാ വദഹാബ ഹുമൂമിനാ വജലാഅ ഹമ്മിനാ വലിയാഅ സുദൂരിനാ. മുത്തനബി എപ്പോഴും ദുആ ചെയ്യുമെന്ന് അല്ലാഹുവേ ഖുർആൻ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാകണം, എന്റെ വിഷമങ്ങൾ ഖുർആൻ കൊണ്ട് മാറണം എന്ന ആഗ്രഹത്തോടെ ഈ ഒരു സദസ്സില് 50,000 രൂപ 1 ലക്ഷം രൂപ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന് വേണ്ടി വാഗ്ദാനം ചെയ്തു. ഖുർആന്റെ ഈ സ്ഥാപനത്തിന് വേണ്ടി, ഖുർആന്റെ ഈ സ്ഥാനത്തിന് വേണ്ടി, ഖുർആന്റെ ഈ മജ്ലിസിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ.
ധാരാളം ആളുകൾ ഇതിനു വേണ്ടി അകമണിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ഈ സദസ്സിൽ നിന്ന് നിങ്ങളൊക്കെ സഹായിച്ചവരാണ്. എന്നാലും ആരെങ്കിലും ഉസ്താദ് ഒരു 1 ലക്ഷം രൂപ ഈ സദസ്സിലേക്ക് ഞാൻ കൊടുത്തേക്കാം. 4 ദിവസം ഖുർആന്റെ വചനമാധുരി പെയ്തിറങ്ങിയ ഈ സദസ്സിൽ ഇതുപോലൊരു സദസ്സ് നമുക്ക് ഇനി കിട്ടില്ല. അല്ലെങ്കിൽ ഒരു 50,000 രൂപ ഞാൻ കൊടുത്തേക്കാം. സന്തോഷത്തോടെ ഏതെങ്കിലും സഹോദരങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ എഴുന്നേറ്റ് പറഞ്ഞാൽ മതി. പിന്നീട് സൗകര്യം പോലെ കൊടുത്താൽ മതി. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നോട്ട് നിരോധനം വന്നപ്പോ നമ്മൾ പൈസയും കൊണ്ട് ഓടി. എന്നോട് ഹിഫ്ള് കോളേജിന്റെ ഒരു സെക്രട്ടറി പറഞ്ഞു, നോട്ട് നിരോധനത്തിന്റെ തലേദിവസം യോഗം വിളിച്ചിട്ട് പറഞ്ഞു, ഹിഫ്ള് കോളേജിൽ ഹാഫിദുകൾക്ക് പഠിക്കാൻ പൈസ ഇല്ല, ആരെങ്കിലും 1 ലക്ഷം രൂപ വെച്ചിടാൻ. ആരും അനങ്ങിയില്ല. അന്ന് രാത്രി നോട്ട് നിരോധനം വന്നു. പിറ്റേ ദിവസം രാവിലെ ആ സദസ്സിലുണ്ടായിരുന്ന 5-6 പേര് വന്നിട്ട് 5 ലക്ഷം വേണോ 10 ലക്ഷം വേണോ, സൗകര്യമുള്ളപ്പോൾ തിരിച്ചു തന്നാൽ മതി. തലേ ദിവസം ചോദിച്ചപ്പോ 1000 ആവലാതി പറഞ്ഞ ആളുകൾ പിറ്റേ ദിവസം കൊണ്ടുവന്ന് ഹിഫ്ളുള്ളതിന് വേണോ, 5 ലക്ഷം വേണോ, 10 ലക്ഷം വേണോ, കൊടുക്കാൻ ആളുണ്ടായി. സഹോദര, നമുക്ക് ആവശ്യമില്ലാത്തപ്പോഴല്ല, നമുക്കുള്ളപ്പോഴാണ്, ആവശ്യങ്ങൾ ഉള്ളപ്പോഴാണ് അള്ളാഹുടെ ദീനിന് വേണ്ടി നാം നൽകേണ്ടത്. അള്ളാഹു നമ്മളെല്ലാവരെയും ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഇങ്ങനെ ഒരു സംരംഭം നടത്തിയതിന്റെ പ്രവർത്തകരെ അള്ളാഹു എത്ര അനുമോദിച്ചാലും മതിയാവില്ല. അള്ളാഹു ഇതിനെ തുടർന്നു കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക പ്രതിസന്ധി നാടിനെ വലയ്ക്കുന്ന ഒരു സമയത്താണ് ഇത്രയും വലിയ ചെലവിലോടുകൂടി ഈ സംഘാടകർ ഇത് നടത്തിയത്. അപ്പൊ നോട്ട് നിരോധനം വന്നുകൊണ്ട് അവരുടെ പ്രതീക്ഷകൾക്കൊക്കെ ചെറിയ മങ്ങലേറ്റിട്ടുണ്ട്. അത് നികത്തി കൊടുക്കേണ്ടത് നമ്മളാണ്. ഇന്ന് പറ്റാത്തവർ നാളെയുമൊക്കെയായി ഇവർ ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഒരു നഷ്ടമൊന്നും സഹിക്കേണ്ട, ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അപാര